ഇന്ത്യയുടെ ആശങ്ക ഉയർത്തി ശ്രീലങ്കൻ തുറമുഖത്ത് വീണ്ടും ചൈനീസ് കപ്പൽ. ശ്രീലങ്കൻ തുറമുഖത്ത് ഗവേഷണ കപ്പലിന് നങ്കൂരമിടാൻ അനുമതി തേടി ചൈന വീണ്ടും ശ്രീലങ്കയെ സമീപിച്ചതായാണ് റിപ്പോർട്ട്. ഷീ യാൻ 6 എന്ന കപ്പലാണ് ശ്രീലങ്കയുടെ തീരത്തെത്തുന്നത്. കഴിഞ്ഞ വർഷം മറ്റൊരു കപ്പൽ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. ബഹിരാകാശ പേടകമടക്കം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന കപ്പലാണ് നങ്കൂരമിട്ടത്. ഗവേഷണ കപ്പലാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. എന്നാൽ ചാരക്കപ്പലാണെന്ന ആരോപണമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്നത്. കപ്പൽ നങ്കൂരമിടാൻ ചൈന അനുമതി തേടിയിട്ടുണ്ടെന്നും എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും ശ്രീലങ്കൻ വിദേശകാര്യ വക്താവ് പ്രിയങ്ക വിക്രമസിംഗെ പറഞ്ഞു. സമുദ്രശാസ്ത്രം, മറൈൻ ജിയോളജി, മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് പരിശോധന നടത്തുന്ന 60 പേരടങ്ങുന്ന ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്നാണ് ഷീ യാൻ 6 കപ്പലിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ബഹിരാകാശ വാഹന ട്രാക്കിംഗ് വൈദഗ്ധ്യമുള്ള യുവാൻ വാങ് 5 എന്ന ചൈനീസ് ഗവേഷണ കപ്പൽ ഹംബൻ ടോട്ടയിൽ നങ്കൂരമിട്ടതിൽ ഇന്ത്യ ആശങ്ക ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും ശ്രീലങ്കയിലെ ചൈനീസ് സ്വാധീനവും സംശയത്തോടെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത്. ശ്രീലങ്കൻ കടലിൽ ആയിരിക്കുമ്പോൾ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് ശ്രീലങ്ക ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. ശ്രീലങ്കയിലെ ഹംബൻടോട്ട തുറമുഖം ചൈന 2017 മുതൽ $1.12 മില്യൺ 99 വർഷത്തെ പാട്ടത്തിനെടുത്താണ് നടത്തുന്നത്.